കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയത് മുനവം ജനത ഏറെ സന്തോഷത്തോടെയാണ് അതിന് വരവേറ്റത്. നന്ദി സൂചകമായി നന്ദി മോദിജി എന്ന മുനമ്പത്ത് നടത്തിയ പരിപാടിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മുനമ്പത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുനമ്പം ജനത വഖഫ് ഭേദഗതി ബിൽ പാസ്സായാലും നിയമപരമായി കോടതി വഴി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകുകയും തുടർന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തലക്കെട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. വഖഫ് ഭേദഗതി ബിൽ കൊണ്ട് മുൻപം ജനതയ്ക്ക് യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നത് കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, മന്ത്രിയുടെ ആ വാക്കുകൾ എങ്ങനെയാണ് മുൻപം ജനത കാണുന്നത്? നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മിസ്റ്റർ ഫിലിപ്പാണ്. അദ്ദേഹം മുനമ്പം സമരസമിതിയിലെ അംഗമാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജിജുവിന്റെ ആ വാക്കുകൾ, മുനമ്പം ജനത ഇനിയും നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം, അവർക്ക് ഭൂമി സ്വന്തമാക്കണമെങ്കിൽ എന്നുള്ള ആ ഒരു പ്രസ്താവനയെ പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളോടുകൂടി നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടു. എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ഞങ്ങൾ അതിൽ ഒരു തെറ്റിദ്ധാരണയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണുന്നില്ല. കാരണം അദ്ദേഹം ആദ്യം നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്, അതില് അദ്ദേഹം നിയമത്തിന്റെ വഴികളെ കുറിച്ചാണ് സംസാരിച്ചത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുനമ്പം ജനത ജുഡീഷ്യറിയുടെ അണ്ടറിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഒരു കോർട്ട് കേസ് ഓൾറെഡി നിലവിലുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ യാതൊരു തെറ്റിദ്ധാരണ പരത്തിയിട്ടില്ല. അത് മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും അതൊരു തെറ്റിദ്ധാരണയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ വിഷയം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് മറകെ കയറി വരാനുള്ള ക്ലോസുകൾ ഈ പുതിയ നിയമത്തിലുണ്ട്. ഒരു കോടതിയിൽ പോയിരിക്കുന്ന ഒരു കേസ് 2 ദിവസം 3 ദിവസം കൊണ്ട് ഒരു പുതിയ നിയമം വന്നതും പറഞ്ഞ് പാസ്സാകണമെന്നില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വരവ് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു വരവാണ്. ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് യാതൊരു തെറ്റിദ്ധാരണയുമില്ല. കാരണം അദ്ദേഹം ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ ഇന്നലെ നിന്ന് പ്രസംഗിച്ച പ്രസംഗവും ഞങ്ങളോട് തന്നേക്കുന്ന ഉറപ്പും ഞങ്ങൾക്ക് അതിൽ പരിപൂർണ വിശ്വാസമാണ്. തെറ്റിദ്ധാരണകൾ പരത്തുന്നവർ തെറ്റിദ്ധാരണകൾ പരത്തിക്കോട്ടെ, കാരണം അത് ഞങ്ങളുടെ വിഷയമല്ല. കാരണം അനുഭവസ്ഥനുള്ള ഇല്ലാത്ത വേദനയാണ് തെറ്റിദ്ധാരണ പരത്തുന്നവർക്കുള്ളത്. അത് അവർക്കുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു തെറ്റിദ്ധാരണയുമില്ല, കാര്യങ്ങളില്ല. ഞങ്ങൾക്ക് ഇന്നലെ കേന്ദ്രത്തിന്റെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ്, പ്രധാനമന്ത്രിയുടെ ഒരു പ്രതിനിധിയായി ഇവിടെ വന്ന കിരൺ റിജിജു സാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് തന്നേക്കുന്ന ഒരു ടൈം ലിമിറ്റ് തന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളോട് ഇന്നലെ നേരിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ടൈം ലിമിറ്റ് തന്നിട്ടുണ്ട്. അദ്ദേഹം തന്നേക്കുന്ന ടൈം ലിമിറ്റിൽ നിന്ന് അദ്ദേഹം ഒരു വളരെ ചുരുങ്ങിയ ഒരു ടൈം ലിമിറ്റാണ് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്കൊരു 5 മാസം 6 മാസം പോയാലും ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നമില്ല. കാരണം ഏതായാലും ഒരു 2.5-3 വർഷമായി ഞങ്ങൾ ഇതിന്റെ പുറകിൽ തൂങ്ങി നിൽക്കുന്നത്. അപ്പൊ അതിലൊന്നും ഞങ്ങൾക്കൊരിതില്ല. അതിലുപരി അദ്ദേഹം നിങ്ങളാർക്കും ഇന്നലെ ആരും ചർച്ച ചെയ്ത്, അതിലുപരി ഞങ്ങള് സമരസമിതിയുടെ ഒരു 15 സമരസമിതിയിലെ അംഗങ്ങളെ 15 പ്രതിനിധികളെ ഇന്നും നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഈസ്റ്റർ കഴിഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് ഈ കുത്തിത്തിരിപ്പുകളുടെ ഒന്നും പുറകിൽ പോകാൻ. അവർക്ക് സങ്കടമുണ്ടെങ്കിൽ അവർ കരഞ്ഞു തീർത്തോട്ടെ. വേദനയ്ക്ക് നഷ്ടപ്പെടണവനില്ലാത്ത വേദന മറ്റുള്ളവർക്ക് എന്താണെന്ന് നമ്മൾക്കറിയില്ല. ഞങ്ങളല്ലേ വേദനപ്പെടേണ്ടത്, ഞങ്ങളല്ലേ ആശങ്ക. ഞങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ ഈ കുത്തിത്തിരിപ്പുകാർക്കുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിഷയമല്ല. വി ഡോണ്ട് ഹാവ് ടൈം ടു ഡിസ്കസ് ദീസ് തിങ്സ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. ഞങ്ങളൊരു ലക്ഷ്യം വെച്ച് ഒരു ചെറിയ സമരപന്തലിൻ്റെ ഒരു വാടകയ്ക്ക് ആരോ ഫ്ലെക്സ് അടിച്ച ഒരു ബോർഡിന്റെ കീറിയ തുണി മൂടിക്കെട്ടി തുടങ്ങിയ ഒരു സമരപന്തൽ ഇന്ന് ദേശീയ തലത്തിൽ എത്തിച്ചെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഞങ്ങൾ നടന്ന് അതിൻ്റെ ഒരു ഏകദേശം അറ്റത്തെത്തിയിട്ടുണ്ട്. ഇനി ഏതായാലും കുറച്ച് നാളുകൾക്കുള്ളിൽ അതും ഞങ്ങൾ നേടിയെടുക്കും. കാരണം സത്യമേ ജയിച്ചിട്ടുള്ളൂ ഇന്ന് ലോകത്ത് എവിടെയും സത്യമേ ജയിക്കുള്ളൂ. ഇത് 5-6 തലമുറയായിട്ട് താമസിക്കുന്ന ഒരുത്തൻ്റെ വീടിന് മുന്നിൽ വന്ന് നിന്നിട്ട് അത് എൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നടക്കില്ല. അതൊക്കെ എല്ലാവരുടെയും ദിവാസ്വപ്നങ്ങളാണ്. ഇന്നലെ കിരൺ റിജിജു ഇവിടെ വന്നതോടെ പലരുടെയും ദിവാസ്വപ്നങ്ങളാണ് നശിച്ചു പോയത്, പലരുടെയും പ്രൊപ്പഗാൻഡകളാണ് നശിച്ചു പോയത്, പലരുടെയും ആഗ്രഹങ്ങളാണ് നശിച്ചു പോയത്. അതില്
മുനമ്പത്തുകാർക്ക് ഒന്നുമില്ല. ബി ജെ പി മുനമ്പ് ഞങ്ങളെ രക്ഷിച്ച ബി ജെ പി ആണ്. ഞങ്ങൾ ബി ജെ പിയുടെ കൂടെയാണ്. 100% അല്ല 300% ഞങ്ങൾ ബി ജെ പിയുടെ കൂടെ. അപകടത്തിൽ ആര് പെട്ടുകിടക്കുമ്പോൾ നമ്മൾക്കൊരു കൈ തന്ന് സഹായിക്കണവൻ ആരോ അവരുടെ കൂടെ നിൽക്കുള്ളൂ. അതിൽ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ആരുടെയും പുറകെ ഇപ്പൊ എന്നെ പോലുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ഞങ്ങളുടെ നിലപാട് ഞാൻ എനിക്ക് രാഷ്ട്രീയം എന്തുണ്ടായില്ല. ഞാനൊരു 24 വർഷം പ്രവാസിയായി ജീവിക്കുന്നത്. ഞാൻ നല്ലൊരു ജോലിയിൽ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ നാട്ടിൽ ഞാൻ വെക്കേഷനിൽ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം തോന്നി. ഞാൻ അങ്ങനെ എൻ്റെ ജോലി പോലും മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അല്ലാതെ എനിക്ക് എൻ്റെ വീടാണ് പ്രാധാന്യം. എൻ്റെ വീട്, എൻ്റെ പള്ളി, എൻ്റെ നാട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ കളിച്ചു വളർന്ന ഞങ്ങളുടെ സ്ഥലമാണ് പ്രാധാന്യം. അല്ലാതെ ഞങ്ങൾക്ക് ആശങ്കകളൊന്നുമില്ല. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഒരു വസ്തുത മുനമ്പം ജനതാ സമരസമിതി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ നിയമ ഭേദഗതി, ബി ജെ പി കൊണ്ടുവന്ന ആ നിയമ ഭേദഗതി നിങ്ങളെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടത്? കാരണം ഒരുപാട് സന്തോഷമായിരുന്നു ആ സമയങ്ങളിൽ. രാത്രി വൈകിയും നിങ്ങൾ ഇത് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാവാൻ കാത്തിരുന്നു. ആയ സമയത്ത് വലിയ സന്തോഷം പാതിരാത്രി വരെ മുനമ്പത്ത് ഉയർന്നിരുന്നു. അപ്പോൾ ഈ ഒരു നിയമപരമായി മുന്നോട്ട് പോകണം എന്ന് ഇപ്പോഴും പറയുമെങ്കിൽ ഈ ഭേദഗതി എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചത്? നിയമപരമായി മുന്നോട്ട് പോകും. ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനിടയിൽ ആ പഴയ നിയമത്തിൽ ഉണ്ടായതിന് പകരമായി പുതിയ നിയമം വന്നു. അപ്പൊ അത് ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ അത് അതിൻ്റെതായ സമയമെടുക്കും. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ട്രൈബ്യൂണലിൽ കേസുണ്ട്, ഹൈക്കോർട്ടിൽ കേസുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ നിയമത്തെക്കുറിച്ച് അറിയാവുന്ന ആർക്കും അറിയാം, ഒരു കോടതിയിൽ ഒരു വ്യവഹാരം നടക്കുമ്പോൾ ഒരു പുതിയ നിയമം വന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ആ നിയമം എടുത്ത് കളയാനില്ല. അതിൻ്റെതായ സമയങ്ങളുണ്ട്. കാരണം ഈ പുതിയ അമെൻമെന്റ് വന്നിട്ട് കൂടി വന്ന 10 ദിവസമായിട്ടുണ്ടാവുള്ളൂ. അത് കേന്ദ്രം ഇറക്കിയിരിക്കുന്നത്. കേരള സർക്കാരിന് അതിൻ്റെതായ യഥാർത്ഥ പത്രങ്ങളോ അതിൻ്റെ യഥാർത്ഥ പേപ്പറുകളോ ഒന്നും എത്തിക്കാണില്ല. എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി കേരള സർക്കാരിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിയമപരമായി പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിയമപരത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. കേരള സർക്കാർ ഞങ്ങൾക്കായിട്ടൊരു കമ്മീഷൻ നിയമിച്ചപ്പോൾ ഈ കമ്മീഷന്റെ ഹെഡ് അദ്ദേഹം മുനമ്പം കടപ്പുറം സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ആദ്യ സിറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് സത്യത്തില് മറ്റുള്ള ആൾക്കാർക്ക് ഈ കമ്മീഷനെതിരെ തിരിയാൻ കാരണം. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങളോ മീഡിയയോ സാധാരണ മീഡിയകളോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടു. അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞൊരു കാരണം ഞങ്ങളോട് പറഞ്ഞു. അതായത് നിങ്ങളുടെ ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ഇന്ത്യയിൽ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഒരു കോടതിയും ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോ അതിനുശേഷം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ആ കമ്മീഷനെതിരെ അത് വഖഫ് ബോർഡല്ല പോയത്, വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന 2 ടോയ്ലറ്റ് പേപ്പർ സംഘടനകൾ, അതായത് സംഘടനകളാണ് പോയി സ്റ്റേ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസും അത് ഞങ്ങൾക്ക് അനുകൂലമായി വന്നപ്പോൾ വിധി പറയരുതെന്നും പറഞ്ഞൊരു സ്റ്റേ വാങ്ങിച്ചു. അപ്പൊ അതില് നിങ്ങൾക്കറിയാവുന്നല്ലേ, ഓരോ അവിടെ ചോദിച്ചേക്കണ ഒരു ചോദ്യത്തിനും ഈ വഖഫ് ബോർഡിനോ ഇവരെ പ്രതിനിധീകരിക്കുന്നവർക്ക് ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ നിയമപരമായി കാരണം ഞാൻ പറഞ്ഞേ, ഇപ്പൊ 2.5 വർഷം ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ നടക്കാമെങ്കിൽ ഏതാനും നാളുകളും കൂടി നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം തീരും. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയേക്കണ ഉറപ്പ് അവിടെയാണ്. അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു നിയമം ലോക്സഭയിൽ കൊണ്ടുവന്നപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ തന്നെ MP ആയ ഹൈബി ഈഡൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ബില്ല് അല്ലെങ്കിൽ ഈ അമെൻമെന്റ് എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുക എന്നുള്ളത്. ഇന്നലെ കിരൺ റിജിജുവിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഇന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM എല്ലാം പറയുന്ന കാര്യം, അന്നേ ഞങ്ങളിത് പറഞ്ഞതല്ലേ ഈ ഒരു ഭേദഗതി മുനമ്പം ജനതയെ സഹായിക്കുന്നില്ല എന്നുള്ളത്. ആ ഒരു കൺഫ്യൂഷൻ പലവരുടെ ഉണ്ടായിരുന്നു. എങ്കിലും അതിനൊരു ആൻസർ ആയിരുന്നു ഇന്നലത്തെ കിരൺ റിജിജുവിൻ്റെ സന്ദർശനത്തിൽ കാത്തിരുന്നത്. മാധ്യമങ്ങളും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് നിങ്ങളും ഈ ഒരു ഭേദഗതി വഴി എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുക? പക്ഷെ അതിനുള്ള ആൻസർ ഇപ്പൊ എന്നോട് ചോദ്യം ചെയ്ത താങ്കൾ പുതിയ അമെൻമെന്റ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വായിച്ചിട്ടുണ്ട്. താങ്കൾ കംപ്ലീറ്റ്ലി വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സംശയം നിൽക്കുന്നത്. ആ സംശയത്തിന്റെ പുറത്താണ് നമ്മൾ സെക്ഷൻ 2A എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സെക്ഷൻ 2A എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സെക്ഷൻ 2A ഞാനും താങ്കളും ഈ ഒരു ചർച്ചയിൽ ഏർപ്പെട്ട് ഒരു 2 മണിക്കൂർ സംസാരിച്ചാൽ പോലും നമുക്ക് തീരില്ല. സെക്ഷൻ 2A എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനെക്കുറിച്ച് ശ്രദ്ധയോടെ ഹൈബീഡനോ ഈ ചോദിക്കുന്ന ആർക്കെങ്കിലും അവർ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ
അതിലുപരി അത് മാത്രം വായിച്ചിട്ട് കാര്യമില്ല, വേറെ പല കാര്യങ്ങൾ ഇതിൽ ലിങ്ക്ഡ് ആയിട്ടുണ്ട്. അത് ഈ ഒരു ചർച്ച കൊണ്ട് നമുക്ക് തീർക്കാവുന്ന കാര്യമല്ല. അത് ഞങ്ങൾ ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട്. അതിനോട് ആസ്പദമാക്കിയ പുതിയ ചോദ്യങ്ങളാണ് ഈ ട്രൈബ്യൂണലിലെ കേസിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോഴാണ് വീണ്ടും പോയി ഒരു സ്റ്റേ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോ ഞങ്ങൾക്ക്, ഞാൻ പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാര്യം ഞാനൊന്നുകൂടി ഒരു കാര്യം നമ്മളൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുന്നതാണ്. പലപ്പോഴും പല ആളുകളും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആൻസർ ആവണം. ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആൻസറും കൂടി ഇത് കേൾക്കുന്ന പലർക്കുള്ള ഒരു ആൻസർ ആകണം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം 2A വരുന്നത് അതിനകത്ത് ഒരു പക്ഷേ ഒരു സൊസൈറ്റിയോ അതല്ലെങ്കിൽ മറ്റ് ട്രസ്റ്റോ എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുനമ്പം ഭൂമി അതുമായൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ വാദഗതിയും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 2A നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുനമ്പം ഭൂമി അതുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് മുനമ്പം ഭൂമിയെ വഖഫ് രജിസ്റ്ററിലേക്ക് എടുത്തത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ രജിസ്റ്ററിലേക്ക് മുനമ്പം ഭൂമിയെ എഴുതി ചേർത്തത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? താങ്കൾ ചോദിച്ചതിന് ഞാൻ ചോദിക്കുകയാണ്, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ രഹസ്യമായിട്ട് രജിസ്റ്ററിലേക്ക് എഴുതി ചേർത്തത്? 40 അമെന്റ്മെന്റ്. അപ്പൊ ആ 40 അമെന്റ്മെന്റിന് ബ്ലോക്ക് ചെയ്യാനുള്ളത് സെക്ഷൻ 2A ഇവിടെ ഞാൻ താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാർക്കല്ലേ, എനിക്കാണ് വീട് നഷ്ടപ്പെടുന്നത്. ഈ നിയമം കൊണ്ട് എഫക്റ്റീവ് ആണ്. ഈ നിയമത്തിന്റെ എല്ലാ ഇതും ഏറ്റുവാങ്ങേണ്ട ഒരാളാണ്. എനിക്ക് ഇതിൽ ശക്തമായി ഞാൻ വായിച്ചാണ്, ഞാനൊരു ഇതിനെ പഠിച്ചൊരു വ്യക്തിയാണ്. കാരണം ഞാൻ പറയാം, ഒരു ചർച്ചയല്ല 10 ചർച്ച ചെയ്താലും നമ്മൾ, കാരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കറിയാം സെക്ഷൻ 2 കൊണ്ട് ഞങ്ങൾ കയറിപ്പോന്നിരിക്കും. 100 അല്ല 200 അല്ല 300%. അതിന് സമയമെടുക്കും. സമയം ഞങ്ങൾക്ക് അത് അറിയാം. ലീഗൽ ബാറ്റിൽ ഉണ്ടാവും. ലീഗൽ ബാറ്റിൽ ഓൾറെഡി ഇറ്റ്സ് എ ലീഗൽ കേസ്. അപ്പൊ അതിൽ ലീഗൽ ബാറ്റിൽ ഉണ്ടാവും. ഓക്കെ, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ വികാരിയച്ഛൻ ഇന്നലെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട കിരൺ റിജിജു ഉള്ള ഒരു വേദിയിൽ തന്നെ പറയുകയുണ്ടായി, മുനമ്പം ജനത ഒരുപാട് നിയമ പോരാട്ടം നടത്തിയതാണ്, ഒരുപാട് നിയമ പോരാട്ടത്തിൽ ഇപ്പോഴും കടന്നു പോകുന്നു. അപ്പോൾ മറ്റൊരു നിയമ പോരാട്ടത്തെ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് എന്ന് അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതിലും മറ്റൊരു നിയമ പോരാട്ടമല്ല, ഈ നടന്നു പോണ നിയമ പോരാട്ടത്തിൽ പുതിയ ഞങ്ങൾക്ക് അനുകൂലമായ കുറെ ഘടകങ്ങൾ വെച്ച് തന്നെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും. മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഓൾറെഡി ഒരു നിയമ പോരാട്ടം നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ വഴികളിലൂടെ പോകും. മറ്റൊരു നിയമ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കിരൺ റിജിജു എന്ന് പറയുന്ന ഇന്ത്യയുടെ 5ാം പൗരനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഒരു വാക്ക് തന്നത് ഞങ്ങൾക്ക് പറയുന്നത് മോദിയുടെ വാക്കാണ്. അവരും ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടല്ല ഇവരും കാണിക്കുന്നത്. പക്ഷെ ഇന്നലത്തെ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഇത്തിരി താമസിച്ചായാലും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. അപ്പോൾ ഇത് കേസ് കാര്യങ്ങൾ അത് ഒരു പക്ഷേ ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലെ നിയമം അനുസരിച്ച് ഹൈക്കോടതിയിലേക്ക് പോവാം. ഇനിയിപ്പോൾ ട്രിബ്യൂണൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തീരുമാനമാണ് എടുക്കണമെങ്കിൽ, ട്രിബ്യൂണലിൻ്റെ കാലാവധി എത്രത്തോളം എന്ന് അറിയില്ല, ഒരു 2 മാസം കൂടി ഉള്ളൂ, പുതിയ ട്രിബ്യൂണൽ നിലവിൽ വരും. ഓക്കെ, എങ്കിലും ട്രൈബ്യൂണൽ നിലവിൽ വരുമ്പോൾ പുതിയ നിയമത്തിനനുസൃതമായിട്ടാണ് ട്രൈബ്യൂണൽ വന്നത്. മനസ്സിലായോ? ഇപ്പൊ ഞങ്ങൾ ഇത്രയും ദിവസം വാദിച്ചിരുന്നത് പഴയ നിയമത്തിന്റെ നിലവിലാണ്. പുതിയ ട്രൈബ്യൂണൽ നിലവിൽ വരുമ്പോൾ ഇപ്പൊ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയേക്കുന്ന പുതിയ നിയമത്തിന്റെ പ്രാബല്യത്തിലാണ് വരുന്നത്. അപ്പൊ അതിലും ഞങ്ങൾക്ക് നേട്ടങ്ങളേ ഉള്ളൂ, ഞങ്ങൾക്കൊരു കോട്ടമില്ല. അപ്പൊ വീണ്ടും നീണ്ട ഒരു കോടതി വ്യവഹാരങ്ങളിലേക്ക്, ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമല്ല. അല്ല, ഈ വീണ്ടും ഒരു നീണ്ട ഒരു കോടതി വ്യവഹാരങ്ങൾ, ഇനി ട്രൈബ്യൂണലിന്റെ പുതിയൊരു അന്തിമ തീരുമാനം വരണം. അത് എതിർത്താണെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് കോടതിയെ സമീപിക്കാം, ഹൈക്കോടതിയിലേക്ക് പോവാം, സുപ്രീം കോടതി വരെ പോവാം. വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ മുനമ്പം ജനതയ്ക്ക്? വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. ഇപ്പോഴത്തെ കേന്ദ്ര വഖഫ് ബോർഡിന്റെ CEO ആരാണ്? ഇന്നലെ ഞങ്ങൾക്ക് വന്ന് വാക്ക് തന്ന മൈനോറിറ്റി മന്ത്രി കിരൺ റിജിജു ആണ്. കേന്ദ്ര വഖഫ് ബോർഡിന്റെ കീഴിലല്ല കേരള വഖഫ് ബോർഡ് വരുന്നത്. പിന്നെ പുതിയ ട്രൈബ്യൂണലിന്റെ വാദം അന്തിമമായിരിക്കില്ല. പഴയ ട്രൈബ്യൂണലിന്റെ വാദം അന്തിമമായിരുന്നു, പക്ഷെ പുതിയ ട്രൈബ്യൂണലിന്റെ വാദം അന്തിമമായിരിക്കില്ല. ഞങ്ങൾക്ക് വീണ്ടും പോകാം.
ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ കോടതികളെ സമീപിക്കാം. പക്ഷെ പഴയ ട്രൈബ്യൂണലിൽ വെച്ച് പോവുകയാണ് ഞങ്ങൾക്ക് സമീപിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അത് നമ്മൾ ആ 40 അമെൻമെന്റ് കിട്ടിയിരിക്കുന്നത് 40 അമെൻമെന്റ് എടുത്ത് നീക്കി കളയുന്നു എന്നുള്ളത് ജനാധിപത്യത്തിന്റെ വലിയൊരു വിജയമാണത്. പക്ഷെ അത് മുനമ്പം ജനതയായിട്ട് ബന്ധപ്പെട്ട് വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് മുനമ്പം ജനതയുമായി ബന്ധപ്പെട്ട് വീണ്ടും കോടതി വ്യവഹാരങ്ങൾ കൂടുതലാവുമ്പോൾ ഇനിയും ഈ ജനത എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. വർഷം കാത്തിരിക്കേണ്ടി വരില്ല. ഞങ്ങൾക്ക് ഇന്നലെ അത് നിങ്ങളോട് പറയും, ഞങ്ങൾക്ക് ഇന്നലെ കിരൺ റിജിജു തന്നേക്കുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ, അദ്ദേഹം പറഞ്ഞ ടൈം ലിമിറ്റിൽ നിന്ന് ഒരു 6 മാസം കൂടി പോയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കാരണം 2.5 വർഷമായില്ലേ ഞങ്ങളും ഈ നിയമ പോരാട്ടം നടത്തുന്നു, ഒരു നിയമത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞങ്ങൾക്ക് അതിൽ യാതൊരു ഇതുമില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് താങ്കളുടെയും എൻ്റെയും പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ്. ഒരു പ്രധാനമന്ത്രിക്ക് ചുമ്മാ ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത്രയും ഒരു ലോക പൗരനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരാളെ വിട്ടിട്ട് ഇത്രയും പബ്ലിക്കിന്റെ മുമ്പിൽ പറയും? ഞങ്ങൾക്ക് അദ്ദേഹം കിട്ടിയിരിക്കുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഞങ്ങൾ 15 പേരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആ അദ്ദേഹത്തിന്റെ ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യത്തിൽ ആശങ്കയില്ല, സങ്കടമില്ല. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ തേടി നടന്ന ഞങ്ങളുടെ ലക്ഷ്യങ്ങളുടെ അറ്റത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു തന്നെ പറയുള്ളൂ. നിലവിൽ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഉറപ്പിന് നമുക്ക് വിശ്വസിക്കാം. കാരണം മുനമ്പം ജനത ഒരു പാവപ്പെട്ട ജനതയാണ്. അവർ വർഷങ്ങളായിട്ട് നിയമപോരാട്ടം നടത്തുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും അവരെ ചതിക്കുന്നു. ആ ഒരു ചതിയിൽ ഇനിയൊരു മുനമ്പ ജനത വീഴരുത് എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം അവസാനമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ബി ജെ പി ആണ് മുനമ്പം ജനതയ്ക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പ്രഥമ ദൃഷ്ട്യ കാണാം. ഇനി എന്താവും? ഇപ്പോൾ താങ്കൾ പറഞ്ഞു കാത്തിരിക്കാമെന്ന് പറയുന്നു. ആ കാത്തിരിപ്പിൻ്റെ അവസാനം എന്താകും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. നമുക്ക് വാക്കുകൾ വിശ്വസിക്കാം. പ്രധാനമന്ത്രി നൽകിയ വാക്ക്, മന്ത്രി നൽകിയ വാക്കുകൾ വിശ്വസിക്കാം. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവർ പറയുന്നു ഇനി ഒരു കോടതി വഴി പോകണം, അമെൻമെൻറ്റ് കൊണ്ട് കാര്യമായിട്ടില്ല, കോടതി വഴി തന്നെ പോവാം, നിങ്ങളും തയ്യാറായിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇതൊരു മുൻകാല പ്രാബല്യത്തോടെ ഈ ഒരു നിയമം BJP കൊണ്ടുവന്നില്ല? കാരണം പലപ്പോഴും ഇവിടുന്ന് പോയ നിങ്ങളുടെ ഇടവക വികാരി അടക്കം ആവശ്യപ്പെട്ടിരുന്നു, JPCയിലടക്കം ആവശ്യപ്പെട്ടിരുന്നു, മുൻകാല പ്രാബല്യത്തോടെ ഈ നിയമം വരാണെങ്കിൽ ഈ തരത്തിലുള്ള മറ്റ് കുറച്ച് നൂലാമാലകളിലേക്ക് മുനമ്പം ജനത പോകില്ല. എന്തുകൊണ്ടായിരിക്കാം അവർ ഒരു മുൻകാല പ്രാബല്യം BJP ഈ ഒരു നിയമത്തിൽ ഭേദഗതിയിൽ കൊണ്ടുവരാതിരുന്നത്? അതൊരു പക്ഷേ മുനമ്പം ജനതയെ നേരിട്ട് സഹായിക്കില്ലേ? മുൻകാല പ്രാബല്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നത് സെക്ഷൻ 2A വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവുണ്ട്. കാരണം സെക്ഷൻ 2A ഒരു പേപ്പർ 2 പേജ് 2 പാരഗ്രാഫ് 3 പാരഗ്രാഫ് 4 പാരഗ്രാഫ് അല്ല. അതിലുപരി നിങ്ങൾ ഈ സെക്ഷൻ 2A വായിക്കുമ്പോൾ ഫറൂഖ് കോളേജിന്റെ ബൈലോ കൂടി നിങ്ങൾ വായിക്കണം. അതിനെയും കൂടി ലിങ്കാക്കി വായിച്ചാലേ ഞങ്ങൾക്കുള്ള ഉത്തരം അതുള്ളൂ. കാരണം ഇതൊരു ദൈവത്തിന്റെ കരമാണ് അതിൽ ഇടപെട്ടിരിക്കുന്നത്. ആദ്യം ഈ മുൻകാല പ്രാബല്യം എന്താണെന്ന് ഞങ്ങൾക്ക് അതിലേക്ക് ഉത്തരമുണ്ട്. അത് എല്ലാവർക്കും അറിയാം, ആ ഉത്തരം ഞങ്ങളിലുണ്ട്. പക്ഷെ ഇങ്ങനെ കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുനമ്പം ഈ 400 ഏക്കർ എന്നും പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ 135 ഏക്കറുള്ളൂ. 400 ഏക്കർ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു കൂട്ടം പ്രൊപ്പഗാൻഡേഴ്സാണ് ഒരു പ്രൊപ്പഗാൻഡ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം തെറ്റി, അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി, അവർക്കുണ്ടായ എല്ലാ ഇതും നടന്നുപോയി. ഇപ്പൊ മുനമ്പൻ ജനതനെ ചുമ്മാ ഓരോ ആൾക്കാർക്ക് അവർക്ക് ഞങ്ങളെ ഓർത്ത് സങ്കടമാണ്, ഞങ്ങൾക്കില്ലാത്ത സങ്കടമൊന്നും അവർക്ക് വേണ്ട. ഞങ്ങളെ മുൻകാല പ്രാബല്യമോ എന്താണെങ്കിലും ഞങ്ങൾക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയും, എന്നേലും പ്രായം കുറഞ്ഞ പിള്ളേർക്ക് അറിയാം അതിൽ കൂടുതൽ. ഈ പിള്ളേർക്കറിയാം എന്താണ് ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല, യാതൊരു ഭയവുമില്ല. സമയം നഷ്ടപ്പെടും, അതിപ്പോ എന്തായാലും നമ്മൾക്ക് അത് ഓൾറെഡി ഞങ്ങളുടെ സമയം നഷ്ടപ്പെടും. സമയം കുറച്ചെടുക്കും, പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തിയിരിക്കും, നേടിയിരിക്കും, കിട്ടിയിരിക്കും. ഞങ്ങൾ ഒരു ദിവസം വരും സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു ദിവസം അടുത്ത് തന്നെയുണ്ട്. ആ ഒരു സുദിനത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്ക് യു. താങ്കൾ എന്തായാലും ഇന്നലെ നന്ദി പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വേളാങ്കണ്ണി മാതാവിൻ്റെ നടയിൽ മാതാവ് നടത്തിയ വലിയൊരു അത്ഭുതം എന്ന് നമ്മൾ ഈ ഒരു ഭേദഗതിയെ താങ്കൾ വിശേഷിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു അത്ഭുതത്തിലേക്ക് നമുക്ക് ഇനി ആശ്രയിക്കാം. കാരണം രാഷ്ട്രീയ പാർട്ടികൾ അവർ തരുന്ന വാക്കുകൾ, അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇടപെടൽ, ആ ഒരു ദൈവം വിജയം നൽകട്ടെ മുനമ്പം ജനതയ്ക്ക്.
ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര നേരം പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.